ശ്രീ സെന്തിൽനാഥ്, വിജയ് മല്യ നിയോഗിച്ച വിദഗ്ധനാണങ്ങ്. അങ്ങേക്ക് കൃത്യമായി അറിയാം, അന്ന് തന്നെ പറഞ്ഞതാണ് വിഗ്രഹങ്ങളിൽ സ്വർണം പൂശുകയല്ല, സ്വർണം പതിപ്പിക്കുകയായിരുന്നു, എങ്ങനെയാണ് അത് പതിച്ചത് എന്ന് കൂടി പറഞ്ഞു. പക്ഷെ അത് പൂർണ്ണമായും മങ്ങി, അത് ചെമ്പായി, കാഴ്ചയിൽ തന്നെ ചെമ്പായിരിക്കുന്നു, അതുകൊണ്ടാണ് അത് ചെമ്പുപാളി എന്ന് പറഞ്ഞു കൊടുത്തത് എന്നാണ് മുരാരി ബാബു പറയുന്നത്. മുരാരി ബാബു അതിൽ തന്ത്രിയെ കൂടി കൂട്ടിച്ചേർക്കുകയാണ്. തന്ത്രി പറഞ്ഞു അത് ചെമ്പായി, അതിൽ സ്വർണം പൂശി തരൂ എന്ന് പറഞ്ഞു അത്രേ. ഓക്കെ ഓക്കെ അപ്പോൾ ശ്രീ നമസ്കാരം. മിസ്റ്റർ ശ്രീ ശ്രീ വാസു സാർ ഒരു ഹയർ അപ്സ് ആയിട്ടുള്ള ഒരു പൊസിഷനിൽ ഇരുന്ന ഒരു വ്യക്തിയാണ്. പ്രോസസ്സ് അറിഞ്ഞില്ല, ശരി, എനിക്കറിയില്ല. എന്നാൽ ഇപ്പം അറിഞ്ഞിരിക്കാനുള്ള ഒരു അവസരം, ഭാവിയിൽ നിങ്ങൾക്ക് പറയാനോ ഇതെന്ത് പറ്റിയെന്ന് ചോദിക്കാനുള്ള ഒരു അവസരം കൂടിയാണിത്. മീൻസ് തെറ്റ് ചെയ്ത സ്ഥലത്ത് നമ്മൾ ചൂണ്ടി ചോദിക്കേണ്ട ഒരു അവസരത്തിലേക്കായിട്ട് ഞാനൊരു ഐ വിൽ ഗിവ് യു സം ഐഡിയാസ് അബൌട്ട് ദി ഗോൾഡ് പ്ലേറ്റിംഗ് ആൻഡ് ഗോൾഡ് ക്ലാഡിംഗ്. അപ്പോൾ നമ്മൾ ശരിക്കും ഒരു മാസ്ക്, ഫോർ എക്സാമ്പിൾ ഒരു പോർഷൻ എടുക്കുകയാണെങ്കിൽ ഒരു മാസ്കിന്റെ ഒരു ഡൈ എടുക്കും. ആ ഡൈസ് എ കോപ്പർ ബേസ്. ആ കോപ്പർ ബേസ് ഇലസ്ട്രേഷൻ കൊടുത്ത് മുഖത്തിന്റെ കംപ്ലീറ്റ് രൂപമാക്കി മാറ്റും. മറു സൈഡിൽ നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ കിട്ടുന്ന അവൈലബിൾ ഓഫ് ഗോൾഡിന് വന്നിട്ട് നമ്മൾ അടിച്ചടിച്ച് ഒരു ഫോയിൽ ഫോമിലാക്കും. ഈ ഫോയിൽ ഫോമിലാക്കിയിട്ട് നമ്മൾ ബുക്കിലാണ് സ്റ്റാക്ക് ചെയ്യണത്. അപ്പോൾ ബുക്ക് ചെയ്യുന്നതിന് മുമ്പ് വന്നിട്ട് നമുക്ക് എം ടി ബുക്ക് വിടും, അതിനുശേഷം വന്നിട്ട് നമ്മൾ ഫുൾ ബുക്ക് വിടും. അപ്പോൾ ഗോൾഡിന്റെ കണ്ടൻസ് എത്രയാണെന്ന് കണ്ടെത്താൻ പറ്റും. അപ്പോൾ ഈ ഫേസ്കിൽ നമുക്ക് ഈ മാസ്കിൽ പൂശണമെന്നുണ്ടെങ്കിൽ ആദ്യം ഈ മാസ്ക് എടുത്ത് പോളിഷ് ചെയ്യും, എന്നിട്ട് റഫ് സർഫേസ് ആക്കി മാറ്റും. എന്നിട്ട് അതിൽ മെർക്കുറി അപ്ലൈ ചെയ്യും. മെർക്കുറി അപ്ലൈ ചെയ്തതിനു ശേഷം ഓരോ ഗോൾഡിന്റെ ഷീറ്റ്സ്, നമ്മൾ നേരത്തെ ചെയ്തു വെച്ചിരിക്കുന്ന ഷീറ്റ്സ് അതിന്റെ മുകളിൽ ലേ ചെയ്യും. ലേ ചെയ്തതിന് ശേഷം നമുക്ക് താഴെ നിന്ന് ഹീറ്റ് ചെയ്യും. ഇത് ഹീറ്റ് ചെയ്യുമ്പോഴേക്കും ഈ മെർക്കുറി ഇവാപ്പറേറ്റ് ചെയ്ത് പോയി കളയും. അവിടെ വേണ്ടതുള്ളൂ 350 ഡിഗ്രീസ് മാത്രമേ ഉള്ളൂ. അതിന് കൂടിക്കഴിഞ്ഞാൽ കോപ്പർ മെൽറ്റായി പോകും. അപ്പൊ അങ്ങനെ പതിക്കുന്നതിന്റെ റീസൺ എന്ന് വെച്ചാൽ പഴയ ട്രഡീഷണൽ മെത്തേഡാണ്. കുറെ ലൈഫ് കൂടുതൽ കിട്ടുകയും ചെയ്യും. അതാണ് ഈ ക്ലാഡിംഗ്, പൂഷല്, ഈ കൊളോക്കിയൽ ലാംഗ്വേജിലൊക്കെ പറയണം. ചുരുക്കി പറഞ്ഞാൽ ഈ പ്രോസസ്സ് പറയുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുമ്പോഴേ നിങ്ങൾക്ക് ഏതെങ്കിലും സഹായകരം, അതായത് ഇങ്ങനെയല്ല നിങ്ങളിങ്ങനെ പറയരുത്, ഇങ്ങനെയല്ല, ഇതാണ് ശരിക്കുള്ള ടേം എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു അറിവിലേക്ക് പറഞ്ഞു വേണം മാത്രം. അപ്പൊ പിന്നെ ഇനി മറുവശം നോക്കുകയാണെങ്കിൽ ഞാൻ അവിടെ ചെല്ലുന്ന പറഞ്ഞിട്ട് ചോർച്ച വന്നതിന് ശേഷമാണ്. ചോർച്ച ശരിയാക്കിയതിന് ശേഷം എന്നോട് പറയുന്നു അങ്ങൊരു റിക്വസ്റ്റാണ്. കാരണം അത്രയും ഒരു ഭക്തി നിർഭരമായിട്ട് നമ്മൾ കൊടുക്കുന്ന സാധനം ഇങ്ങനെ ഒരു ചെറിയ ഒരു അഗാധമായിട്ട് സംഭവം നടക്കുമ്പോൾ എല്ലാ വ്യക്തികൾക്കും ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്, ഒരു അവശകനം പോലെയാണ്. അപ്പൊ അത് വന്നിട്ട് ഒന്ന് എല്ലാം കറക്റ്റാണോ നോക്കി പറയാമെന്ന് പറഞ്ഞു. അപ്പോഴത്തെ കോൺട്രാക്ടറോട് ഞാൻ ചോദിക്കുകയാണ് ഇതെങ്ങനെ ചെയ്തു, ഇതിന്റെ പ്രോസസ്സ് എങ്ങനെയാണ്, ഇതേപോലെ സ്റ്റെപ്സ് എല്ലാം ഫോളോ ചെയ്തിട്ടുണ്ടോ, ഇത്ര സുരക്ഷിതമാണോ, ഇതെല്ലാം ഉറപ്പുവരുത്തുകയാണ്. എന്നിട്ട് ഞാൻ സാക്ഷ്യം വഹിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, 2 ഫോട്ടോഗ്രാഫി എടുത്ത് എന്റെ കൂലി തിരിച്ചു മേടിക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഫോർമാറ്റ് ആക്കിയിട്ട് അങ്ങനെ അയച്ചു കൊടുക്കുകയാണ്. ഞാൻ അയച്ചു കൊടുത്തതിന് ശേഷം വന്നിട്ട് ഞാൻ അതിന്റെ പ്രൂഫും കൊടുക്കുകയാണ്. അതിന്റെ പ്രൂഫും കൊടുത്തതിന് ശേഷം നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. അപ്പൊ ആ സാഹചര്യത്തിൽ മനസ്സിലാക്കിയതാണ് ഈ പറഞ്ഞ പോർഷനെല്ലാം ക്ലാഡഡ് ആണെന്നും അങ്ങനെ എളുപ്പം പോകാൻ സാധ്യതയില്ലാത്തൊരു സംഭവമാണ്. അതുകൊണ്ടാണ് ക്ലാഡിംഗ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഗോൾഡ് പ്ലേറ്റിംഗ് എന്താണ്? ഗോൾഡ് പ്ലേറ്റിംഗ് എന്ന് പറയുന്ന സാധനം ഒരു കെമിക്കൽ ഡിപ്പാണ്. അത് നമ്മുടെ മുക്കുപണ്ടം എന്ന് പറയില്ലേ, അതിന്റെ ഒരു ലൈഫ് ഷോർട്ടാണ്. അപ്പൊ അങ്ങനെ പോകാണ്ടിരിക്കാൻ വേണ്ടി ക്ലിയർ കോട്ടിംഗ് കൊടുക്കും. ഇവിടെ ക്ലിയർ കോട്ടിംഗ് കൊടുക്കാത്തതിന്റെ തന്നെ 2 റീസണാണ്. താന്ത്രിക റീസണും കൂടിയുണ്ട്, അവിടെ ശാസ്ത്രീയമായിട്ടുള്ള റീസണും കൂടിയുണ്ട്. അൾട്രാ വയലറ്റ് റേസ് വന്നിട്ട് ഡിസ്ട്രാക്ഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. മീൻസ് നമുക്ക് റേസ് അകത്തേക്ക് വലിക്കണം, കോസ്മിക് റേസ്. അപ്പൊ ദാറ്റ് ക്യാൻ ഹാപ്പൻ ഇഫ് സം കോട്ടിംഗ് ഇസ് ഗിവൻ, ദാറ്റ് കാൻ നോട്ട് ഹാപ്പൻ. അത് സയന്റിഫിക്കൽ റീസൺ പണ്ട് പറഞ്ഞിരുന്ന. ഇപ്പൊ കോസ്റ്റ് വളരെയധികം കൂടിപ്പോയി. അന്ന് 4 ലക്ഷം രൂപയാണ്, ഇന്ന് 1 കോടി രൂപയാണ്. അപ്പൊ ഇതിനു വേണ്ടി ഒരു ട്രാൻസ്മിഷൻ സ്റ്റേജ് കണ്ടുപിടിച്ചെന്ന് മാത്രമേ ഉള്ളൂ അവിടെ. അപ്പൊ ഇതിൻ്റെ അകത്ത് പരിപൂർണമായിട്ടും ഞാനൊരു ഭക്തനായിട്ട് ഒരു എന്താ പറയണ ഈ ഞാനൊരു മോർ ദാൻ ഈ എന്താ പറയുക എൻ്റെ ഒരു വർക്കർ എന്നുള്ള രീതി കൂടി അല്ലാണ്ട് നോക്കുകയാണെങ്കിൽ പോലും ഒരു ഭക്തനായിട്ട് എനിക്ക് 100% പറയാൻ പറ്റും അത് 100% കോപ്പർ ആവാനായിട്ടുള്ള ഒരു സാധ്യതയുമില്ല. ഒരാളെ കുറ്റപ്പെടുത്തി പറയാനോ അപ്പൊ ഒരു അറിവില്ലായ്മ കൊണ്ട് സംഭവിക്കുന്ന ഒരു സംഭവത്തിന്റെ തിരുത്താനുള്ള ഒരു അവസരം കൂടിയായിട്ട് ഇത് കരുതണം. അങ്ങ് പറയുന്നത് ശില്പങ്ങൾ ക്ലാഡഡ് ആണ്, ക്ലാഡഡ് ആയ ശില്പങ്ങൾ തന്നെയാണ്. അത് അങ്ങനെ മങ്ങിപ്പോകാൻ സാധ്യതയില്ല. അത് വെറും ചെമ്പായി മാറാൻ ഒരു സാധ്യതയും ഇല്ല, അല്ലേ? സാധ്യതയില്ല. പക്ഷേ ഈ സ്മാർട്ട് ക്രിയേഷൻസിൽ ഒരു സാധ്യതയുമില്ല. അതെ, പക്ഷേ ഈ സ്മാർട്ട് ക്രിയേഷൻസിൽ പോറ്റി എത്തിച്ച പാളികളിൽ സ്വർണം ഒരു തരി പോലും ഇല്ല എന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്.
അതെ, അത് കോടതി അവിടെ പോയി. അപ്പൊ അതിന്റെ അർത്ഥം എന്തായിരിക്കണം? അപ്പൊ 1.5 കിലോ ഉണ്ടായിരുന്നു എന്ന് മെയിലിൽ വരുന്നു, ശരിയല്ലേ? അപ്പോൾ അത് ഇല്ലാണ്ടാകുമ്പോൾ ഈ നിങ്ങൾ നേരത്തെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് 39 ദിവസമായിട്ടുണ്ട് ഒരു സ്ഥലത്തെത്താൻ. അപ്പൊ അയാൾക്കൊരു പഴുതല്ലേ അത് പറയാനായിട്ട്, എന്റെ കയ്യിൽ കിട്ടിയത് ഇതാണ് എന്ന് പറയാൻ എളുപ്പമാണ്. പക്ഷെ കൊണ്ടുപോയ ആൾ അത് റെസ്പോൺസിബിൾ അല്ലേ? അതാണ്. അപ്പൊ ഗോൾഡ് ഉണ്ടെന്ന് പറഞ്ഞ സാധനത്തിൽ എഴുതി കൊടുത്തു, അതാണ്. അതെന്തുകൊണ്ടാണ്? അപ്പൊ അതിലൊരു പഴുത് എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ ആള് പണിഷബിൾ ആണ്, സസ്പെൻഡഡ് ആണ്. ആ ചെയ്തത് അത് ശരിയല്ല, അതുകൊണ്ട് ഈ സസ്പെൻഡഡ്. ഈ മഹസർ തയ്യാറാക്കിയതിൽ വിജിലൻസ് കേസ് പ്രതികളുമുണ്ട്. ഈ പറയുന്ന മുരാരി ബാബു മാത്രമല്ല, വിജിലൻസ് കേസ് പ്രതികളുമുണ്ട്. അതെ, അതേപോലെ മറുവശം നോക്കുകയാണെങ്കിൽ വേറൊരു കാര്യവും കൂടിയുണ്ട് സാർ. ആരെങ്കിലും ഇപ്പൊ ഞാൻ എന്റെ സ്വർണം വെച്ച് ചെയ്യാം, ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്യാം. അപ്പൊ ഞാൻ 10 ഗ്രാം ഞാൻ കൊടുക്കുന്നു. അപ്പൊ 8 ഗ്രാം എന്റെ യൂസ് ചെയ്തോളൂ. 2 ഗ്രാം എന്റെ റൈറ്റ്സ് അല്ലേ ആർക്ക് വേണമെങ്കിലും കൊടുക്കാൻ, എനിക്ക് നിങ്ങളോട് ചോദിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കൂടി അവിടെ വരില്ലേ? സംശയം കോടതി പ്രകടിപ്പിച്ചു. കോടതി പ്രകടിപ്പിച്ചു, ശരിയല്ല. നമ്മളല്ലെങ്കിലും ഒരു തേർഡ് പേഴ്സൺ, നമ്മളൊരു ഏജ്ഡ് പേഴ്സൺ ആണല്ലോ, ഒരു പൊസിഷനിൽ നിന്ന് റിട്ടയർഡ് ആയതാണല്ലോ, അല്ലെങ്കിൽ ഞാനും ഒരു ഏജ്ഡ് പേഴ്സൺ അല്ലേ. ഭക്തി നിർഭരമായിട്ട് പറയുകയാണെങ്കിലും ആ ഒരു സാധനം പോയി എന്ന് പറഞ്ഞാൽ സാക്ഷ്യം വഹിക്കാൻ കിട്ടിയത് തന്നെ എനിക്കൊരു ഭാഗ്യമായിട്ടാണ് കരുതുന്നത്. കാരണം അത് പറയാൻ പോയി കഴിഞ്ഞാൽ 50-ൽ എൻ്റെ അപ്പൂപ്പൻ കൊടുത്ത സാധനമാണ്. അതേ സ്ഥലത്ത് ചോർച്ച വന്നതുകൊണ്ട് എന്നെ തന്നെ വിളിക്കുന്നു, അവിടെ ഒരു നിയുക്തനാകുകയാണ് ആ ചോർച്ച മാറ്റി തരാൻ. അത് തന്നെ ഒരു വലിയ സൗഭാഗ്യമല്ലേ എനിക്ക്. അതേപോലെ തന്നെ എത്ര സ്ഥലത്ത് ചെയ്തിട്ട് അവിടെ എല്ലാം പോകുമ്പോൾ ആദ്യം നമ്മുടെ കണ്ണ് പറ്റുന്ന എവിടെയാണെന്നറിയാമോ? ഞാൻ ചെയ്തതിൽ വല്ല ഡിഫക്റ്റ് ഉണ്ടോ, ഭഗവാനെ ഒന്നും ഉണ്ടാവാണ്ടിരിക്കട്ടെ എന്നാണ് നമ്മുടെ മനസ്സിൽ. ശില്പങ്ങളിൽ മാത്രമാണോ അവിടുത്തെ കട്ടിള, വാതിൽ ഒക്കെ ഉണ്ടല്ലോ, അതിലേക്ക് സ്വർണത്തിന്റെ രൂപം എങ്ങനെയായിരുന്നു? സ്വർണം പൂശിയതാണോ പതിപ്പിച്ചതാണോ? കട്ടിള പ്രത്യേകിച്ച്. അതെ, ഫോട്ടോ വെച്ച് നോക്കുമ്പോഴേക്ക് എല്ലാം എൻ്റെ കയ്യിൽ ആ ഫോട്ടോ ഉണ്ട്. അതിന്റെ ഫ്രണ്ടിൽ നിന്നാണ് എടുത്തത്. അതെല്ലാം ക്ലാഡഡ് ആയിരുന്നു എന്നുള്ളതിനുള്ള പ്രൂഫ് അവിടെ ഉണ്ട്. കാരണം അപ്പൊ ഡിപ്പിംഗ് ആണെന്നുണ്ടെങ്കിൽ വേറൊരു കാര്യമുണ്ട്. ഞാൻ അവിടെ പൊതുവെ ജനറലായിട്ട് നടന്ന് കാണുമ്പോഴേക്കും ഡിപ്പ് ചെയ്തിട്ടുണ്ടോ എന്നുണ്ട് അതിന്റെ പ്രോസസ് അല്ല. ഇവര് പറഞ്ഞ മെർക്കുറി വെച്ചിട്ടാ ചെയ്തേക്കണം എന്നുള്ള ദാറ്റ് ക്വസ്റ്റ്യൻ ഓൾസോ. എനിക്ക് അധികാരമില്ല, ദേവസ്വം ബോർഡിനോട് ചോദിക്കാനുള്ള എനിക്ക് ഒരു റൈറ്റ്സും ഇല്ല അവിടെ. ആൻഡ് ടു ഇൻസ്പെക്ട് ദി റെക്കോർഡ്സ് ഓൾസോ ഐ ഹവ് ഗോട്ട് നോ റൈറ്റ്സ്. അങ്ങ് കൂടി ഭാഗമായ ചില കാര്യങ്ങൾ അവിടെ നടന്നിട്ടുണ്ടല്ലോ, അതിൽ വ്യക്തതയാണ് അങ്ങോട്ട് ചോദിക്കുന്നത്. അങ്ങേക്ക് അത് കൃത്യമായി പറഞ്ഞാൽ തന്നെ അതിലെ സത്യം. ശരി, ഗോൾഡ് ക്ലാഡിംഗ് എടുത്തു മാറ്റാൻ കഴിയുമോ? ഈ ചെമ്പ് പാളികൾ എടുത്താൽ അതിന്റെ ഗോൾഡ് ക്ലാഡിംഗ് എടുത്തു മാറ്റി ആ സ്വർണം വേർതിരിച്ചെടുത്ത് വിൽക്കാനുള്ള പോസിബിലിറ്റി ഉണ്ടോ? ഷുവർ, 100% ഷുവർ. അതിന്റെ ഒരു ചെറിയ എക്സാമ്പിൾ ആണ്. ഇപ്പൊ കോടതി തിരിച്ചു കൊണ്ടുവരാൻ പറഞ്ഞല്ലോ. അപ്പൊ അതില്ല, ലിക്വിഡ് ഫോമിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ലിക്വിഡ് ഫോമിൽ ഈ ഗോൾഡ് കാണണമല്ലോ. പിന്നെ ഇത് ഞാൻ പറഞ്ഞില്ലെങ്കിലും വെറുതെ ഗൂഗിൾ സെർച്ച് ചെയ്താൽ മതി. ആ സെർച്ചിൽ വന്നിട്ട് ഈ ഗോൾഡ് പ്ലേറ്റഡ് സാധനത്തിന് എങ്ങനെ ഡിറ്റാച്ച് ചെയ്യാൻ പറ്റുന്നുള്ള അവിടെ റിസൾട്ട് ഉണ്ട്. ഒരു തൊഴിലാളിയായിട്ടുണ്ട് ഞാൻ കിട്ടുന്ന പ്രിക്കോഷൻ എന്താണ്? ലിക്വിഡ് ഫോമിൽ മാറ്റിയിട്ട് അത് ഗോൾഡാക്കി മാറ്റാം. അല്ല, അതെ, ആ ആസിഡിനെ വന്ന് ഇതേപോലെ ഇവാപറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഗോൾഡ് ആയിട്ട് മാറി നിൽക്കും. ഗോൾഡ് കളയാൻ പറ്റില്ലല്ലോ, ഗോൾഡ് ഇസ് എ പ്രഷ്യസ് മെറ്റീരിയൽ. അപ്പൊ അത് എടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോസസ്സാണത്. അത് എടുത്ത് കഴിയുമ്പോൾ അത് മെൽറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഗോൾഡ് എടുത്തില്ലെങ്കിൽ എഗെയിൻ ലോസ് ആണ്. അത് എടുക്കാണ്ടിരിക്കില്ല ഒരിക്കലും. ഇതൊരു വശമാണ്, മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ പഠിച്ചത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല്, ശരി, ഈ കേസ് മുഴുവൻ തുടങ്ങിയത് 2024 ഒക്ടോബർ 2 ഉണ്ണികൃഷ്ണ പോറ്റി ഹൈക്കോടതിക്ക് മെയിൽ അയക്കുന്നത് സ്ട്രോങ് റൂമിൽ മറ്റൊരു പാളി കിടപ്പുണ്ട്, ആ ചെമ്പിൽ സ്വർണം പൊതിഞ്ഞ പാളിയാണ്, അത് തനിക്ക് തരണം, അതിൽ നിന്ന് ഗോൾഡ് എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയാണ്, എന്റെ കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയാണ് എന്നാണ്. അതായത് ഓൾറെഡി ഗോൾഡ് എക്സ്ട്രാക്ട് ചെയ്യാമെന്നും അതിൽ നിന്ന് സ്വർണം എടുക്കാമെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി ഹൈക്കോടതിക്ക് മെയിൽ അയക്കുകയാണ്. ദേവസ്വം ബോർഡിലെ ആരെങ്കിലും ഇടപെട്ട് ആ സ്വർണം എക്സ്ട്രാക്ട് ചെയ്ത് അടിച്ചു മാറ്റി എന്ന് പറഞ്ഞാൽ ഞങ്ങളെ കുറ്റം പറയാൻ കഴിയുമോ? ഹൈക്കോടതിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി ഒക്ടോബർ 2, 2024 അയക്കുന്ന മെയില് ഹൈക്കോടതിക്ക് സംശയമടക്കം തോന്നിയത് സ്ട്രോങ് റൂമിൽ മറ്റൊരു ചെമ്പ് പാളിയും അതിൽ സ്വർണ്ണ ക്ലാഡിങ്ങും ഉണ്ടെന്നാണ്. അത് എനിക്ക് തരണമെന്നും എനിക്കുണ്ടായ കോസ്റ്റ് കുറയ്ക്കാൻ അത് ഗുണം ചെയ്യുമെന്നും ഉള്ളതാണ്.
ആ സ്വർണ്ണപ്പാളികളോ അല്ലെങ്കിൽ ഒറിജിനൽ പാളികൾ അടിച്ചു മാറ്റി എന്ന് നമ്മൾ അനുമാനിച്ചാൽ നമ്മളെ കുറ്റം പറയാൻ കഴിയുമോ? മോഷണം നടന്നു എന്ന് അനുമാനിച്ചാൽ കുറ്റം പറയാൻ കഴിയുമോ? അല്ല, മോഷണം നടന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്ന് കോടതിക്കും ബോധ്യമായതാണ്. അതിന് പിന്നിൽ ആരൊക്കെ എന്നുള്ളതാണ് അറിയേണ്ടത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.